പുല്ലുമേട് ദുരന്തത്തിൽ മരണപ്പെട്ട 102 അയ്യപ്പ ഭക്തർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മകരവിളക്ക് ദിവസം വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ 102 ദീപങ്ങൾ തെളിയിച്ചു. വണ്ടിപ്പെരിയാർ ടൗൺ, കക്കിക്കവല, വണ്ടിപ്പെരിയാർ പാലം എന്നിവിടങ്ങളിലാണ് ദീപം തെളിയിച്ച് സ്മരണാഞ്ജലി അർപ്പിച്ചത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഉയർന്ന വിലയിൽ നിങ്ങളുടെ വിളകൾ വിൽക്കാൻ ഇനി ഞങ്ങൾ സഹായിക്കാം. നിങ്ങളുടെ ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയ വിളകൾ ഇനി പവിത്ര അഗ്രോ വെയർഹൌസിൽ സുരക്ഷിതമായി സംഭരിക്കാം. നടപ്പ് വിലയുടെ 60% വരെ വായ്പ സൗകര്യവും ഇവിടെ ലഭ്യമാണ്. ഫയർ, ഇൻഷുറൻസ് എന്നിവയടക്കം ഉന്നത നിലവാരം പുലർത്തുന്ന വെയർഹൌസ് ആണ്. ഏവർക്കും സന്ദർശിച്ച് തീരുമാനം എടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പുല്ലുമേട് ദുരന്തം സംഭവിച്ചിട്ട് 15 വർഷം തികയുന്ന സാഹചര്യത്തിലാണ് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ മകരവിളക്ക് ദിവസം ദുരന്തത്തിൽ മരണപ്പെട്ട അയ്യപ്പ ഭക്തർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് 102 ദീപങ്ങൾ തെളിയിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ ടൗൺ, കക്കിക്കവല, പെരിയാർ പാലം എന്നിവിടങ്ങളിലാണ് ദീപം തെളിയിച്ച് സ്മരണാഞ്ജലി അർപ്പിച്ചത്. അടിസ്ഥാന സൗകര്യ കുറവുകളോടെ തന്നെയാണ് ഇത്തവണത്തെ ശബരിമല മണ്ഡലകാലവും കടന്നുപോയതെന്നും ഹൈന്ദവ സംഘടനാ ഭാരവാഹികൾ പറയുകയും ചെയ്തു. മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട് മകരവിളക്കിനോടനുബന്ധിച്ച് 102 സ്വാമിമാര് അതിദാരുണമായി മരണമടഞ്ഞതിൻ്റെ 15ാം വാർഷികം അല്ലെ 15ാം ഓർമ്മ നാളായിട്ട് കക്കിക്കവലയിലും ഇവിടെയൊക്കെ ഇവിടുത്തെ ഹൈന്ദവ സമൂഹവും ഒത്തൊരുമിച്ചുകൊണ്ടുള്ള അവരുടെ ഓർമ്മയ്ക്കായിട്ടുള്ള ദീപം തെളിയിക്കലാണ് നടത്തുന്നത്. പക്ഷേ ഈ മരിച്ച സ്വാമിമാർക്കോ അവരുടെ കുടുംബത്തിനോ കേരള ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല എന്നുള്ളതിനകത്ത് അതിയായ ദുഃഖമുണ്ട്. அதனுடைய ஓர்மைக்காக இன்னைக்கு 108 சாமிகளுக்குள்ள நினைவு நாளாயிட்டு ஸ்மரணார்த்தம் இங்கே வந்து தீபஜோலனம் நடத்தி தமிழ்நாடு கேரளத்தை வெற்றிக்கூடிய ஒரு அதிபுராதமான ஒரு பாலம். அந்த பாலத்துக்கு ஒரு 130 வருஷ காலங்கள் ஆயிருக்கு. அதனுடைய நினைவாகவும் இங்கே நாங்கள் பெரிய வியாபாரிகளும் உன்னதமான அதாவது இந்து சமாஜத்தில் உள்ள மொத்த ஆளுகளும் சேர்ந்து തുടർന്ന് പുല്ലുമേട്ടിൽ നിന്നും ആദ്യം അയ്യപ്പ ഭക്തരുമായി എത്തിയ KSRTC ബസ്സിന് ആരതി ഒഴിഞ്ഞ് തേങ്ങ ഉടച്ചാണ് വരവേറ്റത്. ഹൈന്ദവ സംഘടനാ ഭാരവാഹികളായ AKG മുരുകൻ, ശിവകുമാർ, ജയരാജ്, TC ഗോപാലകൃഷ്ണൻ, വേണുഗോപാൽ തുടങ്ങിയവർ സ്മരണാഞ്ജലി ദീപം തെളിയിക്കലിന് നേതൃത്വം നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.